عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അൽ ഫായിസീന ബിർളല്ലാഹ്. അതിശക്തമായ ചൂട്, ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം, ജനങ്ങൾക്കൊക്കെ വളരെ പ്രയാസം. ഇവിടെയാണല്ലോ ജഗന്യന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ജലം, വെള്ളം ഉൾപ്പെടെയുള്ള നമുക്കാവശ്യമായ വിഭവങ്ങളുടെ ഗുണങ്ങളുടെ ഗുണമേന്മയും അനിവാര്യതയും ഗൗരവവും ബോധ്യപ്പെടുന്നത്. ചിന്തിക്കണ്ടേ? അതേസമയം ഇന്നത്തെ ഈ അതിശക്തമായ ചൂട് കൂടുന്നതിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതും അവസരത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അമേരിക്കയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ മുമ്പ് നടത്തിയ ഒരു പഠനവും റിപ്പോർട്ടുമൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. നീണ്ട കാലത്തെ അവരുടെ ഗവേഷണ പഠനപ്രകാരം ഭൂമി അനുദിനം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്നും അതിവിരൂഢമല്ലാത്ത കാലത്ത് പരിധി ഭേദിച്ച് ജീവജാലങ്ങളെ മുഴുവനും അപകടത്തിലാക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ മണ്ണിനും സസ്യലതാദികൾക്കും കാർബൺ ഡയോക്സൈഡിന്റെ ധാരാളിത്തം മൂലം സന്തുലനം നടത്താൻ കഴിയുന്നില്ല എന്നാണ് അവർ ഇതിന് കണ്ടെത്തിയ കാരണം. ഇനി നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും ആമസോൺ കാടുകൾ പകുതിയും ഇല്ലാതായി തീരുമെന്നും അവരുടെ പഠനത്തിൽ നിരീക്ഷണം വന്നിട്ടുണ്ട്. അതോടെ ഈ ഭൂമുഖത്ത് അത്യപൂർവം വരുന്ന സസ്യങ്ങളും പക്ഷി മൃഗാദികളുമൊക്കെ നാമശേഷമാവുമത്ര, ഇല്ലാതെയാകും. ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴേക്കും പിന്നീട് വരുന്ന അതിഭീകരമായ അവസ്ഥയെക്കുറിച്ചും ഒക്കെ അതിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതിയെ തകർക്കുന്ന പല ഘടകങ്ങളും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ നടപ്പിൽ വരുത്തി അന്തരീക്ഷ മലിനീകരണത്തിനുമൊക്കെ കോപ്പ് കൂട്ടുന്ന, പ്രകൃതിയെ തകർക്കുന്ന അമേരിക്കയാണ് ഈ പഠന റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്നതും ഒരു വിരോധാഭാസം തന്നെയാണ്. യഥാർത്ഥത്തിൽ 1977 ഒരു കോട്ടോ ഉടമ്പടിയെക്കുറിച്ച് വായിച്ചു ഓർക്കുന്നു. എന്നാൽ ബ്രിട്ടൻ, ജർമ്മനിയൊക്കെ കുറേയൊക്കെ അത് പാലിക്കാൻ തയ്യാറായി എന്നും, എന്നാൽ മറ്റ് പല രംഗങ്ങളിലും അമേരിക്ക ധിക്കാരം കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ അന്തരീക്ഷ മലിനീകരണ തോത് 10% ഉയർത്തി അമേരിക്കയെ പ്രകൃതി വെല്ലുവിളിച്ചു. ആ കരാറൊക്കെ കാറ്റിൽ പരത്തി എന്നാണ് കാണാൻ കഴിയുന്നത്. ഏത് മേഖലയും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ കണ്ടില്ലേ, ഏതാനും ആഴ്ചകളും മാസങ്ങളും ഒക്കെയായി പശ്ചിമേഷ്യയിലുമൊക്കെ നടക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ ഇറാനിലേക്ക് കടന്നു നിന്ന് അവിടുത്തെ രാജ്യത്തിന്റെ മേധാവിയെ തന്നെ കൊന്നുകളഞ്ഞു. അതിനെ തുടർന്ന് ഗൾഫ് മേഖലയിലൊക്കെ സംഘർഷം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അത് കാണുന്നുണ്ട്. എന്തോ അവരുടെ ചില ധിക്കാരങ്ങൾ. ഇരിക്കട്ടെ, നമ്മളിപ്പോൾ ഈ സമയത്ത് എല്ലാവരും വിഷമത്തിലും പ്രയാസത്തിലും ഒക്കെയാണല്ലോ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം, അതിനെക്കുറിച്ച് നാം ഓർക്കുക, ചിന്തിക്കുക, റബ്ബിലേക്കൊക്കെ അടുക്കുക, പടച്ചവനിലേക്ക് ദുആ ചെയ്യുക. വെള്ളമാണല്ലോ ഇപ്പോൾ വേണ്ടത്. വെള്ളം സുലഭമാണ്. വെള്ളത്തിൻ്റെ മഹത്വവും ജലത്തിൻ്റെ ഗുണമേന്മയുമൊക്കെ എത്രയാ മനോഹരമായി ഖുർആൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ആവശ്യം വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്, ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അത് ജലത്തിൽ നിന്നിട്ടാണ്. എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് പ്രത്യേകിച്ച് മനുഷ്യൻ ധാരാളം വെള്ളം കുടിക്കണമല്ലോ. വെള്ളം കിട്ടാതെ വരുമ്പോൾ മനുഷ്യൻ്റെ ജീവന് തന്നെ അപകടം വരാവുന്ന ഒരവസ്ഥയുണ്ട്. ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഇത് ചിന്തിക്കുന്നവരോടാണ്, ആലോചിക്കുന്നവരോടാണ് ചോദ്യം. നിങ്ങളുടെ വെള്ളമെങ്ങാനും
ജലം ഭൂമിയിൽ വറ്റി വരണ്ട് ഇല്ലാതെയാവുന്ന അവസ്ഥ. പിന്നെ ഈ ജലത്തെ എങ്ങനെ നിങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയും? ആരാണ് അത് തരുന്നത് എന്നാണല്ലോ ഖുർആനിൻ്റെ ചോദ്യം. അത് വെള്ളത്തിൽ ജാരിൻ തനാലുഹുൽ ഐദി വദ്ദില, പിന്നെ അത് നിങ്ങളുടെ കൈകൾക്കും അല്ലെങ്കിൽ ബക്കറ്റുകൾക്കുമൊക്കെ കമായിക്കും സാധാരണ പോലെ വെള്ളം നിങ്ങൾക്ക് കിട്ടുമോ ഇതില്ലാതെയായി കഴിഞ്ഞാൽ? ഐലായത്തി ബിഹി ഇല്ലല്ലാഹ്, അതെ, പടച്ചതമ്പുരാനല്ലാതെ, അള്ളാഹുവിനല്ലാതെ അത് നൽകാൻ ലഭ്യമാക്കാൻ സാധ്യമല്ല. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ജലാലൈനിയുടെ വരികളാണ് നാം ഇവിടെ വായിച്ചത്. റബ്ബിൻ്റെ അനുഗ്രഹത്തിൻ്റെ അതിസൂക്ഷ്മമായ മേഖലയിലേക്ക് നമ്മുടെ ചിന്തയെ ക്ഷണിക്കുകയാണ്. വതുലിയത് ആദിഹിൽ ആയ ഇന്ദ ബഅദിൽ മുത്തജബ്ബിരീൻ, ഈ ഒരു സൂക്തം ചില ധിക്കാര മനോഭാവക്കാരുടെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ടു. ഫഖാല, അപ്പോൾ അത്തരം ചില ആളുകൾ പറഞ്ഞു, അത് തർത്തീബിഹിൽ ഖുഊസ് വൽ മആവിൽ, വല്ല കോടാലി കൊണ്ടോ മഴ കൊണ്ടൊക്കെ വെട്ടിക്കീറിയാൽ വെള്ളം കിട്ടുമല്ലോ എന്ന ഒരു ധിക്കാരത്തിൻ്റെ മറുപടി. എന്നാൽ ഫദഹബ മാഉ ഐനൈഹി വഅമിയ, അത്തരം ചില ആളുകൾക്ക് പിന്നീട് ചില പരീക്ഷണങ്ങൾ നേരിട്ടത്രേ. കണ്ണിലെ വെള്ളം വറ്റിപ്പോയി അന്ധത ബാധിച്ചതുപോലും. അള്ളാഹുവിനെയാണല്ലോ അവിടെ വെല്ലുവിളിച്ചത്. പടച്ചവൻ്റെ അനുഗ്രഹം അത് വലിയ അനുഗ്രഹം തന്നെയാണ്. പ്രകൃതിയുടെ നിലനിൽപ്പിനും മനുഷ്യരുൾപ്പെടെ ജീവജാലങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുമൊക്കെ ജലവും വെള്ളവും ധാരാളം വേണം, ഇല്ലേ? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യും പതിവുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മഴ വേണം, മഴ വേണം, ഇതാ ഞങ്ങളുടെ മൃഗലതാദികളെല്ലാം നശിച്ചിരിക്കുന്നു, ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞു, അല്ലെ? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. പിന്നെ മഴ ധാരാളമായപ്പോൾ അസ്ഹാബ് ചെന്നുകൊണ്ട് പ്രവാചകനോട് വെള്ളം ധാരാളമാണെന്ന് പറയുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒഴുകി വരുന്ന വെള്ളം, മഴത്തുള്ളികൾ അത് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞതും പ്രാർത്ഥിച്ചതും ഹദീസിലുണ്ട്. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങളുമൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നത്, ഈ ചൂട് അതിശക്തമായ സമയത്ത് വെള്ളത്തിൻ്റെ ഉപയോഗം തന്നെ, ധാരാളം വെള്ളം ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. ചിലർക്കൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. പൈപ്പങ്ങ് തുറന്നിടും, അല്ല ബക്കറ്റിൽ നിന്ന് ഒഴുക്കിക്കളയും. അവിടെയൊക്കെ മിതത്വവും പാലിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, ഒരു സാന്ദർഭിക ഹദീസ് ഇവിടെ ഓർക്കാം. അബ്ദുല്ലാഹി ഇബ്നു അംറാണ് ഉദ്ധരിക്കുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദ്, സഅദ് തങ്ങളുടെ അടുത്തുകൂടി നടന്നുപോയി. വയതവല്ലു, സഅദ് തങ്ങൾ വുളൂ ചെയ്യായിരുന്നു. ഫഖാൽ, അപ്പം നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, മഹാദ സർഫ്, എന്താണിങ്ങനെ അമിതം വെള്ളം ധാരാളം ഉപയോഗിക്കുന്നത്? അപ്പോൾ സഅദ് തങ്ങളുടെ ഒരു ചോദ്യം, അഫിൽ വുളൂ ഇസ്രാഫിൻ, ഹേ, വുളൂ എടുക്കുമ്പോൾ എങ്ങനെയാ അതിലിങ്ങനെ അമിതം കാണിക്കാറുണ്ടോ? വുളൂ അല്ലേ? അപ്പോൾ കാല നഅം, അതെ, അതിലുമുണ്ട് മിതത്വം പാലിക്കാതിരിക്കുക എന്നത്, അധികമാകുക എന്നത്. വൈൻകുന്തല നഹരിൻ ജാരിൻ, അതൊരു ഒഴുകി നടക്കുന്ന പുഴയുടെ സമീപത്ത്, നദിയുടെ സമീപത്താണ് താങ്കളെങ്കിൽ പോലും വെള്ളം അത്യാവശ്യത്തിനേ ഉപയോഗിക്കാവൂ എന്നതാണ് അതിലെ പാഠം. ഇത് നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും നമ്മൾ അതിശക്തമായ ചൂടിൻ്റെ വേളയിൽ ജലത്തിനും മഴയ്ക്കും വേണ്ടിയൊക്കെ കാത്തിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ ഖൽബ് റബ്ബിലേക്ക് തുറന്നു വയ്ക്കണം. തെറ്റുകുറ്റങ്ങൾക്കൊക്കെ പടച്ചവനോട് പൊറുക്കലിനെ തേടണം. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, ഖുർആനാണല്ലോ. ഈ ഒരു സിലിസ, നിങ്ങൾ പൊറുക്കലിനെ തേടുക അള്ളാഹുവിനോട്, പടച്ചവൻ പുറത്തിരുന്നവനാണ്. അങ്ങനെ ആകുമ്പോൾ യുസ്ലിസ് സമ അലൈക്കും മിദ്റാറ, അതെ, വെള്ളം സുലഭമാകും, നിങ്ങൾക്ക് ലഭിക്കും. വയംദദുക്കും ബി അംവാലിൻ വബനീൻ, ഖുർആനാണ് പറയുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ, പടച്ചവനിലേക്ക് ഖേദിച്ച് മടങ്ങുക, പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, ഇതെല്ലാം ഇവിടെ നമുക്ക് പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുവാനും ചിന്തിക്കുവാനും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ചിന്തിക്കാൻ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഒപ്പം ജലം എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ആവശ്യമാണല്ലോ. അതിനുവേണ്ടി ജലത്തിൻ്റെ സ്രോതസ് വർദ്ധിപ്പിക്കുന്നതും ഒക്കെ, എത്രയാ നല്ല സുമനസ്സുകൾ കിണറുകൾ കുഴിച്ചു കൊടുക്കുന്നവരെ ചെലവിൽ വെള്ളം ഉപയോഗ
ഫലമാക്കി കൊടുക്കുന്നത്. ഹദീസിൻ്റെ റിവായത്തിൽ തന്നെ കാണാമല്ലോ, സബഉൻ യജ്രിൽ അബ്ദി അജ്റുഹുന്ന ബഅദ മൗതിഹി, 7 കാര്യങ്ങൾ മരണശേഷവും അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും ഫീ ഖബ്രി, ഖബറിൽ കിടക്കുമ്പോൾ. എന്നിട്ട് ഹദീസിൽ കാണാം ഇൽമിൻ്റെ വ്യാപനം, ഒപ്പം വജ്ര നഹറൻ ഹഫറ ബിറൻ, ഒരു പുഴ ഉപയോഗമാക്കി കൊടുത്തു, അല്ലെങ്കിൽ കിണർ കുഴിച്ചു കൊടുത്തു, അങ്ങനെ തുടങ്ങി വറസ നഹ്റൻ, അല്ലെങ്കിൽ ഈന്തപ്പന കൃഷി ചെയ്ത് പിടിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ പള്ളി പണിത് കൊടുത്തു, അല്ലെങ്കിൽ മരണശേഷം തങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന സന്താനങ്ങളെ അവശേഷിപ്പിച്ചവർ, അല്ലെങ്കിൽ മുസാഫ് അനന്തരമാക്കി കൊടുത്തു. ഇതെല്ലാം ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്നതാണ്. ഹദീസിൽ കാണാൻ കഴിയുമ്പോൾ ഇവിടെ പറഞ്ഞ 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് വെള്ളത്തിൻ്റെ ഉപയോഗങ്ങൾ, മറ്റൊന്ന് വൃക്ഷം വെച്ച് പിടിപ്പിക്കൽ. അതെ, ഇന്ന് പ്രകൃതിയെ താറുമാറാക്കുന്നതിൽ ഇവിടുത്തെ വർദ്ധിച്ചു വരുന്ന ഈ പ്രകൃതിയോട് ചെയ്യുന്ന വെല്ലുവിളിയും, അതുപോലെ അനിയന്ത്രമായി വനനശീകരണം മൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റിയ ഈ കാലാവസ്ഥ, ഇതൊക്കെ നമ്മൾ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. വൃക്ഷങ്ങളും ചെടികളും കൃഷികളുമൊക്കെ വെച്ച് പിടിപ്പിക്കാനാണ് മതം പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെല്ലാം ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ധാരാളമായി ഹദീസിൽ അതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. ആ വഴിക്കൊക്കെ നീങ്ങി പ്രകൃതിയോട് കാട്ടുന്ന അനീതികളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, ഇലാഹി ഭക്തിയോടെ അല്ലാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുത്തുകൊണ്ട് നമ്മുടെ വർദ്ധിച്ചു വരുന്ന പ്രകൃതി മാറ്റങ്ങളിലൊക്കെ സമൂഹത്തോട് ഒപ്പം നിന്ന് എല്ലാവർക്കും അങ്ങുമിങ്ങും പരസ്പരം തുണകളായി, സഹായങ്ങളായി നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.